നമസ്തേ നമസ്തേ നമസ്തേ. ശ്രീ മഹാദേവൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. നമ്മൾ ഇന്ന് പറയാൻ പോകണമെന്ന് വെച്ചാൽ വൃശ്ചികമാസം 1-ാം തീയതിയാണ് മണ്ഡലകാലം ആരംഭിച്ച്. അപ്പം ഈ സമയത്തും നമുക്ക് കുറച്ച് നാളുകാർക്ക് അഭിവൃദ്ധി ഉണ്ടാവുന്നുണ്ട്. ആ കർമ്മരംഗത്ത് തടസ്സം ഉണ്ടായതും ധനത്തിൽ ബുദ്ധിമുട്ടുണ്ടായതും കാര്യങ്ങളൊന്നും സാധിക്കാതിരുന്നതായിട്ടുള്ള കുറച്ച് നാളുകാർക്ക് അതിനൊക്കെ വിഭിന്നമായിട്ട് കാര്യങ്ങൾ നടക്കുന്നൊരവസ്ഥയിലേക്കും ധനത്തിൽ അഭിവൃദ്ധി വരുന്നൊരവസ്ഥയിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറയാനാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ഇട്ടത്. അപ്പോൾ അതൊന്ന് അറിഞ്ഞിരിക്കുക ഏതൊക്കെ നാളുകളെന്നുള്ളതേ. കുറച്ച് നാളുകാർക്ക് അവർ ആ ജോലി രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാവാനും ധനം അത്യാവശ്യമൊക്കെ ധനങ്ങൾ വന്ന് ചേരാനും ദാമ്പത്യ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവാനും സന്തോഷം ഉണ്ടാവാനും ജീവിതത്തിൽ ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാവാനൊക്കെ സാധ്യതയുള്ള കുറച്ച് നാളുകാരുണ്ട് ഈ സമയത്തെ. അപ്പോൾ അതൊന്ന് നോക്കാം ഏതൊക്കെ നാളുകാരാണെന്ന്. പ്രധാനമായിട്ട് പൂരം നക്ഷത്രം, അതിന് കുറച്ച് അഭിവൃദ്ധി ഉണ്ടാവാനുള്ള സാഹചര്യമുണ്ട്. ആ നാളുകാർക്ക് ജോലിയിൽ അഭിവൃദ്ധി, ധനസമൃദ്ധി, ദാമ്പത്യത്തിൽ ഗുണങ്ങൾ സന്തോഷങ്ങളൊക്കെ വന്ന് ചേരും, ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ രോഹിണി നക്ഷത്രം, പുണർദം നക്ഷത്രം, തിരുവാതിര നക്ഷത്രം, ഈ നാളുകാർക്കൊക്കെ ഈ വൃശ്ചികം 1-ാം തീയതി തുടങ്ങി വരുമൊഴിക്കുന്ന ബുദ്ധിമുട്ടിനൊക്കെ മോചനം കിട്ടി അല്പം കൂടി അഭിവൃദ്ധിയാവും ജീവിതം. ധനം വന്നേരാനുള്ള സാഹചര്യങ്ങൾ വരും, ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ രോഗാദുരിതങ്ങളിൽ നിന്ന് മോചനം കിട്ടും, ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും. പിന്നെ വരുന്ന നക്ഷത്രം ആയില്യ നക്ഷത്രം, അനിഴ നക്ഷത്രം, ഉത്രാടം നക്ഷത്രം, ഈ നാളുകാർക്കും ജോലിയിൽ അഭിവൃദ്ധി വന്നു ചേരും, ധനം വന്നു ചേരും, ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം കിട്ടും, രോഗാദുരിതങ്ങളിൽ നിന്ന് മോചനം കിട്ടും. ജോലി സ്ഥാനങ്ങൾക്കൊക്കെ വ്യത്യാസങ്ങൾ വരും, പുതിയ സ്ഥലത്തേക്കൊക്കെ ജോലി നോക്കാനും മാറാനൊക്കെ സാധ്യതയുണ്ടാവും, പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ സാധ്യതകളാവും, അതിനൊക്കെയുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. അങ്ങനത്തെ ഒരു സമയമാണ് ഈ നാളുകാർ. പിന്നെ പറയുകയാണെങ്കിൽ ഉത്തരധാതി, രേവതി, തിരുവോണം നാളുകാർ, അവർക്കും അഭിവൃദ്ധിയാണ്. ആ നാളുകാർക്കും ജീവിതത്തിൽ സന്തോഷങ്ങളും സമൃദ്ധികളും ധനങ്ങളും വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും വാഹനങ്ങൾ പുതിയത് വാങ്ങിക്കാനുള്ള സാഹചര്യങ്ങളും ദാമ്പത്യ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങളും സന്തോഷാനുഭവങ്ങളൊക്കെ വന്ന് ചേരും. അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഗുണങ്ങളുള്ള സമയമാണ് വൃശ്ചികം 1-ാം തീയതി തുടങ്ങി ആരംഭിച്ചിരിക്കുന്നത്. ഈ നാളുകാർക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ഇവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, ജോലി തടസ്സം ഉണ്ടായിരുന്നു, രോഗാവസ്ഥകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങൾ, ഭിന്നമായിട്ട് താമസിക്കുന്ന അവസ്ഥ, അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സമയമായിരുന്നു കഴിഞ്ഞു പോയത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യാസമായി, നല്ല രീതിയിൽ വ്യത്യാസങ്ങളായി വൃശ്ചികമാസം 1-ാം തീയതി തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം ഈ നാളുകാർക്ക് വന്ന് ചേരും. ആ നാളുകളൊന്നും കൂടി ഞാൻ പറയാം. രോഹിണി, തിരുവാതിര, ഉത്രട്ടാതി, ചോതി, മകം, രേവതി, അനിഴം, പുണർദം, പൂരം, തിരുവോണം, ഉത്രാടം, ആയില്യം, ഈ നാളുകാർക്കാണ് നമ്മൾ ഈ പറഞ്ഞ അഭിവൃദ്ധികളൊക്കെ വന്ന് ചേരാൻ പോകുന്നത്. ഈ സമയത്ത് അവർക്ക് കുറച്ചും കൂടി ബുദ്ധിമുട്ടിനൊക്കെ മോചനം കിട്ടി, ധന അഭിവൃദ്ധികളും ജോലി ഭാഗ്യങ്ങളും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷാനുഭവങ്ങളും ഭാഗ്യസ്ഥിതികളെല്ലാം ഈ നാളുകാർക്ക് വന്ന് ചേരും. ഏറ്റവും സന്തോഷമായിട്ടൊക്കെ നടക്കാൻ പറ്റിയ സാഹചര്യങ്ങളൊക്കെ ഭഗവാൻ ഈ നാളുകാർക്ക് തരും. അപ്പം അങ്ങനത്തെ ഒരു സമയമാണ്. പിന്നെ മണ്ഡലകാലം ആരംഭിച്ചിരിക്കുകയാണ്. ചില ആൾക്കാർ ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും, അല്ലാത്ത ആൾക്കാരുണ്ടാവും. എങ്ങനെയായാലും ശബരിമലയ്ക്ക് പോയാലും ഇല്ലെങ്കിലും ഈ മണ്ഡലകാലം എന്ന് പറഞ്ഞാൽ വ്രതം അനുഷ്ഠിക്കേണ്ട ഒരു സമയമാണ്. അപ്പം 40 ദിവസം സാധിക്കുന്ന എല്ലാവരും മത്സ്യമാംസാദികളും മറ്റു ശുദ്ധികളെല്ലാം ഒഴിവാക്കി വ്രതശുദ്ധിയോടുകൂടി ജീവിക്കുക. അത് ഫിസിക്കലായിട്ട് നമുക്ക് അനവധി ഗുണങ്ങളുണ്ടാക്കും, നമ്മുടെ ജീവിതത്തിൽ പല അഭിവൃദ്ധികൾ ഉണ്ടാക്കും, നമുക്ക് നല്ല പ്രതിരോധ ശക്തികൾ കിട്ടും,
എല്ലാ കാര്യങ്ങളിലും ഒരു പ്രത്യേക കോൺഫിഡൻസ് കിട്ടും. അതിനൊക്കെ വളരെ ഗുണമാണ് ഇത്രയും ദിവസത്തെ ഈ പ്രധാനുഷ്ഠാനം, പ്രാർത്ഥനയോടുള്ള ജീവിതം. അത് കുടുംബജീവിതത്തിൽ കുറേ അലോഹ്യങ്ങൾ മാറ്റാനൊക്കെ സാഹചര്യം ഉണ്ടാകും. പല വീടുകളിലും പല രീതിയിലുള്ള അലോഹ്യങ്ങൾ, കല്ലുപിടുത്തങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഇതിലൂടെ മോചനം കിട്ടാൻ സാധ്യതയുണ്ട്. എല്ലാവരും ഈ മണ്ഡലകാസം വ്രതാനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുക. മലയ്ക്ക് പോകാൻ സാധിക്കുന്ന ആൾക്കാരൊക്കെ മലയ്ക്ക് പോയി പ്രാർത്ഥിക്കുക. അല്ലാത്ത ആൾക്കാരെല്ലാവരും വീടുകളിൽ മത്സ്യമാംസാദികളും മറ്റുള്ളതെല്ലാം ഒഴിവാക്കി ശുദ്ധിയോട് ജീവിക്കുക. 40 ദിവസക്കാലം അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ സാധിക്കുമ്പോൾ നിത്യവും പോയി പ്രാർത്ഥിക്കുക. നിർമാല്യത്തിനോ അസ്തമയത്തിനോ ദീപാരാധനയ്ക്കോ എങ്ങനെയെന്ന് വെച്ചാൽ അതിന് സമയം കണ്ടെത്തി പോയി പ്രാർത്ഥിക്കാം. അതിനൊക്കെ വിശേഷ ഗുണങ്ങളും ഫലങ്ങളൊക്കെ കിട്ടും, ഒരു സംശയമില്ല. എല്ലാവരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഈ നാളുകാർക്ക് അഭിവൃദ്ധി വരുന്ന സമയമാണിത്. അത് ഒരു കണ്ടറിഞ്ഞ് തന്നെ മുന്നോട്ട് പോവുക. കിട്ടുന്ന കാശെല്ലാം ദൂരത്തടിച്ച് കളയാതെ സൂക്ഷിക്കുക. എല്ലാ സമൃദ്ധികളും നിങ്ങൾക്ക് മഹാദേവൻ തരട്ടെ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവണമെങ്കിൽ നമ്മളുടെ വീഡിയോസ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഈ സംരംഭം പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും മഹാദേവൻ എല്ലാ അനുഗ്രഹവും തരട്ടെ. ശുഭദിനാശംസകൾ, എല്ലാ നന്മകളും നേരുന്നു.